പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്മിഷൻ എന്ന ചാപ്റ്ററിലെ ഒരു പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഗുഡ്വിൽ. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഗുഡ്വിൽ എന്നുള്ളത്? ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ ആണ്, അന്തസ്സ്. മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സ്ഥാപനത്തിന് നേടിയെടുക്കാൻ പറ്റുന്ന പ്രോഫിറ്റ്, ഒരു എക്സ്ട്രാ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഇത് പറയുക, ഗുഡ്വിൽ എന്ന് പറയുക. ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് ആണ്. നോർമൽ കേസിൽ ഒരു പുതിയ സ്ഥാപനങ്ങൾക്ക് ഗുഡ്വിൽ ഉണ്ടാവാറില്ല. ഓൾറെഡി റണ്ണിങ്ങിലുള്ള, ഓൾറെഡി എന്താണ്, കസ്റ്റമേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന അത്തരം സ്ഥാപനങ്ങൾക്കാണ് എന്തുണ്ടാവുക, ഗുഡ്വിൽ ഉണ്ടാവുക. അത് അവരെ കസ്റ്റമറുമായിട്ടുള്ള അവരുടെ ഡീലിങ്സ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഇതിന്റെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ഗുഡ്വിൽ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഗുഡ്വിൽ നമ്മുടെ സ്ഥാപനത്തിൽ എന്താണ്, ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ഒരു ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് നമ്മൾ ഗുഡ്വില്ലെ കണക്കാക്കുന്നത്. നമുക്ക് മുൻപേ അറിയാം നമുക്ക്. അതുപോലെ ഇതെന്താണ്, ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. നമുക്കതിനെ കാണാനോ തൊടാനോ സാധ്യമല്ല. നോക്കാം മറ്റൊന്ന്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വില്ലിന്റെ വാല്യൂ കണക്കാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഗുഡ്വില്ലിന്റെ വാല്യൂ കണക്കാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്കൊന്ന്, ഫേവറബിൾ ലൊക്കേഷൻ. എവിടെയാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൊക്കേഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോർ, അതൊരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ അടുത്താണെങ്കിൽ എന്താണ്, സപ്പോസ് അത് വിൽക്കുന്ന സമയത്ത് അതെന്താണ്, കുറച്ചും കൂടി വില കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസോ ക്ലിനിക്കോ ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്താണ്, അവിടെ സെയിൽ കുറവായിരിക്കും. അതുപോലെ എന്താണ്, അതിന്റെ വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ലൊക്കേഷൻ എന്താണ്, ഇമ്പോർട്ടന്റ് ഘടകമാണ് ഗുഡ്വില്ലിന്റെ വാല്യൂ കണക്കാക്കുമ്പോൾ. മറ്റൊന്ന്, നേച്ചർ ഓഫ് ബിസിനസ്. ഏത് തരം ബിസിനസ് ആണെന്നുള്ളത്. നിരന്തരമായിട്ട് വിറ്റു പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഉള്ള സ്ഥാപനമാണെങ്കിൽ അതെന്താണ്, വിൽക്കുമ്പോൾ എന്താണ്, എമൗണ്ട് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന സാധനമാണ്. ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ എന്താണ്, അവിടെ ഗുഡ്വിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നുള്ളത്. മറ്റൊന്ന്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ കാര്യക്ഷമത എന്നുള്ളത്. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന മാനേജ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത് വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതെന്തായിരിക്കും, ഒരു ഗുഡ്വില് കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന്, മാർക്കറ്റ് സിറ്റുവേഷൻ. നമുക്കറിയാം മൊണോപ്പൊളി എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെ, എക്കണോമിക്സ് പഠിക്കുന്നതാണ് മൊണോപ്പൊളി. അവിടെ ചില വസ്തുക്കൾ വിൽക്കുന്നതിന് ചില ഒന്നോ രണ്ടോ സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അവർ ആ സ്ഥാപനം വിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല എമൗണ്ട് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കും അല്ലെ, ആവശ്യപ്പെടാൻ സാധിക്കും. കാരണം എന്താണ്, ആ വസ്തു ഏതായാലും വിറ്റുപോകും, ആൻഡ് ആൾക്കാരെ വന്ന് വാങ്ങാൻ അവരുടെ കട മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും എന്താണ്, ആ സാധനം വിൽക്കുകയും ലാഭം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാമെന്നുള്ളത്. മറ്റൊന്ന്, ടൈം ഫാക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്. ഒരു സ്ഥാപനം ഇപ്പൊ തുടങ്ങിയത്, ഒരു പുതുതായിട്ട് തുടങ്ങിയതാണെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, നമുക്ക് ഒരു ഗുഡ്വിൽ ഉണ്ടാവില്ല. എന്നാൽ അത് ഓൾറെഡി കുറെ കാലങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഗുഡ്വില് കൂടാനുള്ള ഒരു സാധ്യത നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. അപ്പൊ ഒരു ഗുഡ്വിൽ നമ്മൾ കണക്കാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒന്ന്, ലൊക്കേഷൻ. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ സ്ഥാപനം എവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. രണ്ട്, നാച്ചർ ഓഫ് ബിസിനസ്. ഇത് ഏത് തരം പ്രൊഡക്റ്റ് ആണ്. വളരെ വിറ്റ് പോവാത്ത, അല്ലെങ്കിൽ ആളുകൾ എന്താണ് വർഷത്തിലോ 6 മാസം കൂടുമ്പോഴൊക്കെ വാങ്ങുന്ന അങ്ങനെ ഒരു വസ്തു ആണെങ്കിൽ എന്താണ്, നമ്മൾ വിൽക്കുമ്പോൾ എത്ര ഡിമാൻഡ്, നമുക്ക് എത്ര പണം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ആ ഒരു പ്രൊഡക്റ്റ് റെഗുലർ ആയിട്ട് ഇടയ്ക്കിടെ ആളുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണ്, നമുക്കത് ആ സ്ഥാപനം വിൽക്കുന്ന സമയത്ത് ക്യാഷ് കൂടുതൽ ആവശ്യപ്പെടാം. കാരണം എന്താണ്, സാധനങ്ങൾ വിറ്റ് പോകും, ലാഭം നേടാനുമുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത്. ദെൻ മറ്റൊന്ന്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് കാര്യക്ഷമത എന്നുള്ളത്. മറ്റൊന്ന്, മാർക്കറ്റ് സിറ്റുവേഷൻ. ഇപ്പോ ഒരു പ്രൊഡക്റ്റ് അത് ധാരാളം സ്ഥാപനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഒരു മൊണോപ്പൊളി ഒന്നുമില്ല, ഒരു കുത്തകയൊന്നുമില്ല. എന്നാൽ ഒരു സ്ഥാപനം ഉണ്ട്, അത് വിൽക്കാൻ പോവുകയാണ്. പക്ഷെ എന്താണ്, ആ വസ്തു വിൽക്കാൻ ആ സ്ഥാപനം മാത്രമേ ഉള്ളൂ. അത് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൂടിയാണെങ്കിൽ എന്താണ്, വിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പണം കൂടുതൽ ആവശ്യപ്പെടാം. കാരണം എന്താണ്, ലാഭം നേടാനുള്ള ചാൻസ് എന്താണ് അവിടെ കൂടുതലാണ് എന്നുള്ളത്. ആ കൂടുന്ന ആ അവസ്ഥയെ നമ്മൾ എന്ന് പറയുന്നത്
ഗുഡ് വിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ടൈം ഫാക്ടർ എന്താണ്? കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് ഒരു ഗുഡ് വില്ല് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇതാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എഫക്ടിങ് ദ ഗുഡ് വിൽ എന്നുള്ളത്. ദെൻ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം നമുക്ക് പെട്ടെന്ന്. when there is a change in profit sharing ratio, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരികയാണെങ്കിൽ അവിടെ എന്തുണ്ട്? ഗുഡ് വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മള് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പോ പ്രോഫിറ്റ് ഷെയറിംഗ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത്, ഒരാൾ റിട്ടയർ ചെയ്യുമ്പോഴോ ഒരാൾ മരിക്കുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. Then when two or more firm amalgamate എന്നാൽ ഒരുമിച്ച് കൂടുക, ഒന്നിക്കുക, ജോയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ 4 കാര്യങ്ങള്: ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ആൻഡ് അമാൽഗമേഷൻ എന്നുള്ളത്. ഇതാണ് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ എന്നുള്ളത്. Then അടുത്ത പോയിന്റ് ഉദ്ദേശിക്കുന്നത് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ നമ്മൾ പല രീതിയിൽ പറഞ്ഞു. ഗുഡ് വിൽ ഉണ്ട്, ഗുഡ് വില്ലിന്റെ ആവശ്യകത എന്താണ്, എന്തെല്ലാം ഫാക്ടേഴ്സ് നമ്മൾ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് 3 രീതികളായി കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. 3 മെത്തേഡുകളാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. 3 രീതികളിൽ ഗുഡ് വിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. നോക്കാം നമുക്ക് ഓരോ മെത്തേഡും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒന്നാമത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇവർ പറഞ്ഞത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻടു അഗ്രീഡ് നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസ്, അല്ലെങ്കിൽ നമ്പേഴ്സ് ഓഫ് ഇയർ ഓഫ് പർച്ചേസ് എന്നുള്ളത്. അതായത് ആവറേജ് പ്രോഫിറ്റ് കാണുക, അതിനെ ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുക എന്നുള്ളത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, അതിന്റെ ആവറേജ് കാണുക, അതിന് എന്ത് ചെയ്യാം? ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് കൊണ്ട് ഗുണിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലോ തന്നിട്ടുണ്ടായിരിക്കും. നോക്കാം, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നോക്കാം. കാൽക്കുലേറ്റ് നോർമൽ പാസ്റ്റ് ബിസിനസ് പ്രോഫിറ്റ് ഫോർ ഈച്ച് ഇയർ. അതായത് കഴിഞ്ഞ വർഷങ്ങളില് 1, 2, 3, 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആ വർഷങ്ങളുടെ പ്രോഫിറ്റ് എടുക്കുക നമ്മൾ. അതായത് ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2016, 17, 18, 19, 20 5 വർഷത്തേത് ഈ വർഷങ്ങളിലെല്ലാം ലാഭം ആ എമൗണ്ടിൽ ഓരോന്ന് നമ്മൾ നോട്ട് ചെയ്യുക. ദെൻ സം ഓഫ് ദ നോർമൽ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാം? 5 വർഷമാണെങ്കിൽ 5 വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യുക, കൂട്ടുക. കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. എങ്ങനെ ആവറേജ് കാണാം? പൊതുവെ നമ്മളൊരു 2, 3, 4 ഫോർ എക്സാമ്പിൾ 4 നമ്പർ ഉണ്ട്. ഈ 4 നമ്പറിന്റെ ആവറേജ് കാണണം. എങ്ങനെ ചെയ്യാം? 4 നമ്പർ കൂടി ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഹരിക്കുക. എത്ര നമ്പർ ആണോ കൂട്ടുന്നത് അത്രയും എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആവറേജ് എന്നുള്ളത്. ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോ എത്രയാണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. ദെൻ കാൽക്കുലേറ്റ് ഗുഡ് വിൽ. അപ്പോ ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ്സ് മീൻ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്താൽ മതി? അതിനെ ഗുണിച്ചാൽ മതി എന്നുള്ളത്. നോക്കാം, നമുക്കൊരു പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓക്കെ, പ്രോബ്ലം നോക്കാം. നമുക്ക് കാൽക്കുലേറ്റ് ദ ഗുഡ് വിൽ. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് എമൗണ്ട് ഉള്ളത്. നോക്കാം, നിങ്ങൾക്ക് 40,000, 60,000, 30,000, 50,000, 28,000. ഇപ്പൊ എങ്ങനെ ആവറേജ് കാണാം? ആദ്യം ടോട്ടൽ നോർമൽ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് എല്ലാം എന്ത് ചെയ്യും? നമ്മള് പ്ലസ് ചെയ്യാം. പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 2,08,000 എന്ന് കിട്ടും. ദെൻ ആവറേജ് പ്രോഫിറ്റ് കാണുക. എങ്ങനെ ആവറേജ് കാണാം? ഈ ടോട്ടൽ പ്രോഫിറ്റിന് എത്ര വർഷം ഉണ്ടായിരുന്നു? 5 വർഷം ഉണ്ടായിരുന്നു. ആ 5 കൊണ്ട് എന്ത് ചെയ്യാം? ഹരിക്കുക. ഇപ്പൊ 2,80,000 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടാം? 41,600. ഇവിടെ പറയുന്നത് 3 ഇയർ പർച്ചേസ്.
3-year purchase. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 3-year purchase average profit of last 5 years. അപ്പൊ എന്താ ചെയ്യുന്നത്? ഗുഡ്വിൽ എങ്ങനെ കാണാം? ഈ കിട്ടിയ ആവറേജ് പ്രോഫിറ്റിനെ ഗുണിക്കണം 3. 41,600 ഗുണിക്കണം 3 എന്നുള്ളത് 1,24,800. വളരെ സിമ്പിൾ ആണ്. എന്താ ചെയ്തിട്ടുള്ളത്? പ്രോഫിറ്റ് എല്ലാം കൂടി കൂട്ടുക, എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഹരിക്കുക. ആ കിട്ടിയതാണെന്ത്? ആവറേജ് പ്രോഫിറ്റ്. ആ ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ഗുണിക്കും ചെയ്യാം. കിട്ടുന്ന ഉത്തരം എന്താണ്? ഗുഡ്വിൽ ആണ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഗുഡ്വിൽ കണക്കാക്കാനുള്ള ഇക്വേഷൻ ആണ് എന്നത്. അടുത്തത് സൂപ്പർ പ്രോഫിറ്റ് മെത്തഡ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അധിക ലാഭം എന്നാണ് അർത്ഥം. സൂപ്പർ പ്രോഫിറ്റ് അധിക ലാഭം എന്നാണ്. അപ്പൊ അവിടെ എങ്ങനെയാ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തഡിൽ എങ്ങനെ ഗുഡ്വിൽ കാണാം? ആവറേജ് പ്രോഫിറ്റിനെ പോലെ തന്നെയാണ്. ആവറേജ് പ്രോഫിറ്റില് ആവറേജ് പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരുന്നു അല്ലെ. ഇവിടെ ആണെങ്കിലോ സൂപ്പർ പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ്. ആ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് എന്നുള്ളത്. എങ്ങനെയാണ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഒന്നാമത് കാൽക്കുലേറ്റ് ദ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ്. ആദ്യം എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ പ്രോഫിറ്റും കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക എന്നുള്ളത്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് റെഡിയായി. ദെൻ അസർട്ടൈൻ ദ നോർമൽ പ്രോഫിറ്റ്. ഇവിടെയാണ് പുതിയൊരു ഐറ്റം വരുന്നത്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഇവിടെ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻടു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. എന്താ ചെയ്യാം? ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണോ ആ ഒരു ബിസിനസ്സിലെ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ട് ഉള്ളത് ഇൻടു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത്. ഇപ്പൊ ഒരു 10% ആണെങ്കിൽ 10 ലക്ഷമാണ് എമൗണ്ട് എന്ന് വിചാരിക്കാം. ക്യാപിറ്റൽ 10 ലക്ഷം ഇൻടു 10/100. വളരെ സിമ്പിൾ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നോർമൽ പ്രോഫിറ്റ് എന്നുള്ളത്. ദെൻ അസർട്ടൈൻ ദ സൂപ്പർ പ്രോഫിറ്റ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇക്വേഷനിലേക്ക് സൂപ്പർ പ്രോഫിറ്റ് ആണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം കിട്ടിയ ആവറേജ് പ്രോഫിറ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യാം? നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യാന്നുള്ളത്. എന്ത് ചെയ്യാം? ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ആ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? ഗുഡ് വിൽ എന്നുള്ളത്. ക്ലിയർ? അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കാണുക, നോർമൽ പ്രോഫിറ്റ് കാണുക, ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ആ സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാന്നുള്ളത്. കിട്ടുന്ന ഉത്തരം എന്താണ്? ഗുഡ് വിൽ എന്നുള്ളത്. നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ഗുഡ് വിൽ is to be calculated അത് 3 year. അപ്പൊ നമ്പർ ഓഫ് ഇയർ എത്രയാണ്? 3 year ആണ്. സൂപ്പർ പ്രോഫിറ്റ് അപ്പൊ ഏത് മെത്തേഡാന്നുള്ളത് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? 3 years purchase of super profit. 3 year purchase of super profit എന്നുള്ളത്. The firm started business with a capital 2 lakh. അപ്പോ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് ക്യാപിറ്റൽ ഉള്ളത്? അതും നമുക്ക് തന്നിട്ടുണ്ട് 2 ലക്ഷം എന്നുള്ളത്. The normal rate of earnings, the class of business is 15%. That's mean നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള ലാഭം എത്രയാണ്? അതാണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത്. Then firm 37,000 as profit during the year. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണും? നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോഫിറ്റ് തരണം, അതിനെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ ഈ വർഷം 37,000 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ 37,000 തന്നെയാണ് എന്തായിട്ട് കണക്കാക്കുക? ആവറേജ് പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 37. ക്ലിയർ? അത് അവിടെ ക്ലിയർ ആയി. അടുത്ത നമുക്ക് എന്ത് വേണം? നോർമൽ പ്രോഫിറ്റ് കാണണം. നോർമൽ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കാണുക? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻടു റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻടു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. എത്രയാണ് നോർമൽ പ്രോഫിറ്റ്? സോറി, ക്യാപിറ്റൽ എംപ്ലോയിഡ് 2 ലക്ഷം. 2 ലക്ഷം ഇൻടു എത്ര? റിട്ടേൺ എത്രയാണ്? 15%. 15/100 30,000 എന്നുള്ളത്. എത്ര കിട്ടിയുള്ളത്? 30,000 ആണ് നോർമൽ പ്രോഫിറ്റ്. അപ്പൊ എങ്ങനെയാ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണുക? ഈ ഒരു ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന്, അതായത് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക?
നോർമൽ പ്രോഫിറ്റ് കൊടുക്കുക. അപ്പൊ എത്രയാണ് എക്സ്ട്രാ ഉള്ളത്? 7,000. ഇനി എങ്ങനെയാ ഗുഡ്വിൽ കാണുക? ആ സൂപ്പർ പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ളത്. സോ 7,000 into 3 21,000. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കാണാനും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് കാണണം? നോർമൽ പ്രോഫിറ്റ് കാണണം, ആവറേജ് പ്രോഫിറ്റ് കാണണം. ഇനി എന്ത് ചെയ്യാ? ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് എന്ത് ചെയ്യാ? മൈനസ് ചെയ്യാ. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും? സൂപ്പർ പ്രോഫിറ്റ്. ആ സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഗുണിക്കുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? ഫൈൻ. അടുത്ത മെത്തേഡിലേക്ക് പോകാം നമുക്ക്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അല്ലെ, മൂന്നാമത്തെ മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്നുള്ളത്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ രണ്ട് രീതികളുണ്ട്, രണ്ട് രൂപത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, രണ്ട് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇപ്പൊ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ആദ്യത്തെ രണ്ട് പേര് കൊടുത്താൽ മതി. ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. രണ്ട് രീതികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ കണക്കാക്കാൻ പറ്റും എന്നുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്. ഒന്നാമത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ക്യാപിറ്റലൈസേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഗുഡ്വിൽ എങ്ങനെ കണക്കാക്കാം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, അതായത് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റലൈസ് ചെയ്യുക. ദെൻ മൈനസ് നെറ്റ് അസെറ്റ്. എന്താണ്? ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത വാല്യൂന്ന് നെറ്റ് അസെറ്റ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഒന്ന് അസെറ്റ് ഇൻ ദ ആവറേജ് പ്രോഫിറ്റ്. നമുക്കറിയാം ആവറേജ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കണക്കാക്കുക? ഒന്നിലധികം വർഷങ്ങളെ പ്രോഫിറ്റ് എടുക്കുക, എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക, ആവറേജ് പ്രോഫിറ്റ് ആണ്. നെക്സ്റ്റ് അസെറ്റ് ഇൻ ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആ ആവറേജ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസ് ചെയ്യാം. ജസ്റ്റ് ഇത്രയും ആലോചിച്ചാൽ മതി. പൊതുവെ നമ്മൾ ഒരു ശതമാനം തന്നു കഴിഞ്ഞാൽ ഒരു സംഖ്യയുടെ ശതമാനം നമ്മൾ എങ്ങനെ കാണുക? ആ സംഖ്യ ഇൻറ്റു ശതമാനം. 10 ആണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യുക. അപ്പൊ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയാൻ നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഒരു സംഖ്യ നേരെ തിരിച്ചെഴുതുക. 10/100 എന്ന് എഴുതുന്നതിന് പകരമായിട്ട് 100/10 എന്ന് എഴുതേണ്ടായി. അതിന്റെ ക്യാപിറ്റലൈസ്ഡ് എമൗണ്ട് ആയി. ക്ലിയർ? 10/100 എന്നുള്ളത് 100/10 എന്ന് എഴുതുക. ഇവിടെ നോക്കാം, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് എന്നുള്ളത്. ഇപ്പൊ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാല് ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം? റേറ്റ് തന്നിട്ടുണ്ടായിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെ എഴുതുന്നത്? നിങ്ങൾ ഇൻറ്റു 100 റേറ്റ്. 10 ആണെങ്കിൽ 10, 15 ആണെങ്കിൽ 15 എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? അസെറ്റ് ഇൻ ദ നെറ്റ് അസെറ്റ്. നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അസെറ്റ് മൈനസ് ലയബിലിറ്റി അല്ലെ. എന്താ പറയാ? അസെറ്റ് മൈനസ് ലയബിലിറ്റി. ഇവിടെ പറയാൻ തന്നെയാണ് ഡിഡക്റ്റിംഗ് ദ ഔട്ട്സൈഡ് ലയബിലിറ്റി ഫ്രം ദി ടോട്ടൽ വാല്യൂ ഓഫ് അസെറ്റ്. അസെറ്റ് എന്ത് ചെയ്യാം? ലയബിലിറ്റി മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും അസെറ്റ് എന്ന് ലയബിലിറ്റി മൈനസ് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് അസെറ്റ് എത്രയാണെന്ന് കിട്ടും. നെറ്റ് അസെറ്റ് എത്രയാണെന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടി, നെറ്റ് അസെറ്റും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? നെറ്റ് അസെറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്തായി? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വില്ലിന്റെ വാല്യൂ ആയിട്ടുണ്ട്. നോക്കാം, നമുക്കൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു നോക്കാം. ഓക്കെ, ഇവിടെ എ ബിസിനസ് ഹാസ് ഏർൺഡ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? ആവറേജ് പ്രോഫിറ്റ് 1,00,000. The last few years and the normal rate of return 10%. അപ്പൊ നമുക്ക് എന്തായി? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കിട്ടാനുള്ള രണ്ട് ഡാറ്റ തന്നു അല്ലെ. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് തന്നു, റേറ്റ് ഓഫ് റിട്ടേൺ തന്നു. അസെറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. Given that the value of net asset is rupees 8 lakh. നെറ്റ് അസെറ്റ് തന്നു. എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസെറ്റ്. കാരണം നമ്മള് കഴിഞ്ഞ നമ്മൾ ചെക്ക് ചെയ്താണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? നെറ്റ് അസെറ്റ് മൈനസ് ചെയ്യണം. സോ ആവറേജ് പ്രോഫിറ്റ് 1 lakh.
നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് 10%. അപ്പൊ എങ്ങനെയാ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിനെ കാണാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് 1,00,000 ഇൻറ്റു 100/10. 10/100 അല്ല 100/10. അപ്പൊ നമുക്ക് എത്ര കിട്ടി 10 ലക്ഷം എന്നുള്ളത്. ഇനി നെറ്റ് അസറ്റ് എത്രയാണ് നേരിട്ട് തന്നിട്ടുണ്ട് 8 ലക്ഷം എന്നുള്ളത്. അപ്പൊ രണ്ട് കാര്യം നമുക്ക് അവൈലബിൾ ആയി എന്ത് ചെയ്താൽ മതി, ഈ 10 ലക്ഷത്തിൽ നിന്ന് നെറ്റ് അസറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഗുഡ് വിൽ കിട്ടി. സോ ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു capitalized value of average profit minus net asset. That means 10 lakh minus 8 lakh, 2 lakh is value of goodwill. Clear ആണല്ലോ? Okay. Next ലേക്ക് പോവാം. ലാസ്റ്റ് മെത്തേഡ് capitalization of super profit എന്നുള്ളത്. അത് നോക്കാം. എന്താ ചെയ്യാനുള്ളത്, ഇത് നേരത്തെ ചെയ്യുന്നതിനെക്കാളും ഒന്നുകൂടി സിമ്പിൾ ആണ്. ഗുഡ്വിൽ കാണാന് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ്. നേരത്തെ ആവറേജിനെ ക്യാപിറ്റലൈസ് ചെയ്ത് നമ്മൾ എന്താ ചെയ്തത്, ആവറേജ് ഇൻറ്റു 100 ബൈ റേറ്റ് കൊടുക്കും. ഇവിടെ എങ്ങനെ കൊടുക്കാം, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ റേറ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സൂപ്പർ പ്രോഫിറ്റ് 1000 എന്ന് കിട്ടി, റേറ്റ് 10% എന്താ ചെയ്യാ, 1000 ഇൻറ്റു 100 ബൈ 10 എന്നുള്ളത്. 1000 ഇൻറ്റു 100 ബൈ 10 ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണുക. എങ്ങനെ കാണാം, ടോട്ടൽ അസറ്റിൽ നിന്നും എന്ത് കുറയ്ക്കാം, ലാബിലിറ്റി കുറയ്ക്കുക. അതായത് നെറ്റ് അസറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടത്, അസറ്റ് മൈനസ് ലയബിലിറ്റി. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡും കണക്കാക്കുന്നത്. ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റി. ഇപ്പൊ നമുക്ക് എന്താണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് സെയിം ആസ് നെറ്റ് അസറ്റ്. ആ വാല്യൂ കിട്ടി നമുക്ക്. ആ വാല്യൂ എന്തിനാണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്തിനു വേണ്ടിയിട്ടാണ്, നോർമൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത്, ക്യാപിറ്റൽ എംപ്ലോയിഡ്. സോ നോർമൽ പ്രോഫിറ്റ് കാണാം ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100. അത് സാധാരണ പോലെ തന്നെയാണ്. നോർമൽ റേറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് കാണുമ്പോൾ സാധാരണ പോലെ റേറ്റ് മുകളിലും 100 എന്ന നമ്പർ താഴെയുമാണ്. അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി. നമുക്കറിയാം എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക എന്നുള്ളത്. ലാസ്റ്റ് കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്. എങ്ങനെയാ സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് എന്ത് മൈനസ് ചെയ്യാം, നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യുക. അതായത് നമ്മള് സൂപ്പർ പ്രോഫിറ്റ് കണ്ട അതേ രീതി. എങ്ങനെയാണ്, ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണക്കാക്കുക, നോർമൽ പ്രോഫിറ്റ് കണക്കാക്കുക, അതിൽ നിന്ന് സൂപ്പർ പ്രോഫിറ്റ് ആവറേജിൽ നിന്നും ഏത് കുറയ്ക്കാം, നോർമൽ കുറച്ചാല് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ആ സൂപ്പർ പ്രോഫിറ്റ് എന്ത് ചെയ്യാം, റേറ്റ് ബൈ 100 അല്ല 100 ബൈ റേറ്റ് ഓൺ എന്ത് ചെയ്യാം, ഗുണിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന സംഖ്യ എന്താണ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണക്കാക്കുന്ന രീതിയാണ് എന്നുള്ളത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. ഫോളോയിങ് ദ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദി ലാസ്റ്റ് 4 years. എത്രയാണ്, 4 വർഷത്തേത്. 30,000, 50,000, 70,000, 80,000. ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്, 6 ലക്ഷം. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇവിടെ എന്താ തന്നിട്ടുള്ളത്, നോർമൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുള്ളത്. ദെൻ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, 8%. എന്ത് വേണ്ടിയിട്ടാണത്, നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഏത് മെത്തേഡാണ്, കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓഫ് ദി ഫേം അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അതായത് ഏത് മെത്തേഡ് പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്നുള്ളത്. ഫസ്റ്റ്ലി ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്, 6 ലക്ഷം. ക്യാപിറ്റൽ എംപ്ലോയിഡ് 6 ലക്ഷം. ദെൻ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണക്കാക്കുക, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100. അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100. 6 ലക്ഷം ഇൻറ്റു 8/100 48,000. ഈ 48,000 എന്താണ്, നോർമൽ പ്രോഫിറ്റ് ആണ്. നെക്സ്റ്റ് ആവറേജ് പ്രോഫിറ്റ്. എന്താ ചെയ്യാം, ഈ പ്രോഫിറ്റ് എല്ലാം കൂടി കൂട്ടിയിട്ട് 4 കൊണ്ട് ഹരിക്കുക. 2,30,000 ഡിവൈഡ് ബൈ 4, ദാറ്റ് മീൻ 57,500. അപ്പോ നോർമൽ പ്രോഫിറ്റ് കിട്ടി, ആവറേജ് പ്രോഫിറ്റ് കിട്ടി. അടുത്ത എന്താണ്, സൂപ്പർ പ്രോഫിറ്റ്. എങ്ങനെ കണക്കാക്കാം, ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. 57,500 മൈനസ് 48,000, അതായത് 9,500. അപ്പൊ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടി 9,500 എന്നുള്ളത്. ഇനി നമുക്ക് ഗുഡ്വില്ലേക്ക് വരാം. എങ്ങനെ ഗുഡ്വിൽ കാണാം, ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു 9,500 ഇൻറ്റു
100/8. 8/100 അല്ല, 100/8. അതങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം. 100/8 അതായത് 1,18,750 എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് 3 മെത്തേഡിൽ 4 കാര്യങ്ങൾ പഠിച്ചു. നമ്മള് ഗുഡ്വില്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അതിന്റെ ഫാക്ടേഴ്സ്, അതുപോലെ അതിന്റെ നീഡ്സ്, അതുപോലെ അതിന്റെ മെത്തേഡ്സ്. മെത്തേഡ്സിൽ 3 മെത്തേഡ്: ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്.